നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തിയത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ എല്ലാവരും കണ്ടുകാണും കേട്ടുകാണും. തലസ്ഥാനത്തെ BJPയുടെ വിജയത്തിളക്കമാണ് ഇന്നലെ അവിടെ കാണാനായിട്ട് സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ഏറെ ആവേശം പകരുന്നതായിരുന്നു. മാത്രമല്ല പല പുതിയ വികസന പദ്ധതികളും അദ്ദേഹം തറക്കല്ലിടുകയും ചെയ്തിട്ടുണ്ട് ആ വേദിയിൽ വെച്ച് തന്നെ. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ലത് നടക്കുമ്പോൾ എവിടെയെങ്കിലും ചില കുത്തിത്തിരിപ്പുകൾ കണ്ടുപിടിക്കുന്നത് പതിവാണ്. ഇത്തവണ ശ്രീലേഖയാണ് അവർ ഇരയാക്കിയത്. പാർട്ടിക്കുള്ളിലെ ഭിന്നതകൾ മറനീക്കി പുറത്തു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ആ വേദിയിൽ വെച്ച് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തെ വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുകയാണ്. അതിനുള്ള മറുപടി ശ്രീലേഖ തന്നെ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സംഭവം എന്താണെന്ന് വെച്ചാൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത പൊതുസമ്മേളന വേദിയിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷയും കൗൺസിലറുമായ ശ്രീലേഖ പുലർത്തിയ അകലമാണ് ഇപ്പോൾ ചില മാധ്യമങ്ങളും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും വലിയ ചർച്ചയായി ഒരു കുത്തിത്തിരിപ്പാക്കി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്ത് തന്നെ ചതിച്ചുവെന്ന പരിഭവം പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലും ശ്രീലേഖ മറച്ചു വെച്ചില്ലെന്നാണ് ഇപ്പോൾ പല മാധ്യമങ്ങളിലൂടെയും പുറത്തു വരുന്നത്. BJP പൊതുസമ്മേളന വേദിയിൽ പ്രധാനമന്ത്രി മോദിയുടെ അടുത്ത് പോകാതെയാണ് ശ്രീലേഖ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട്. മേയർ VV രാജേഷും K സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള നേതാക്കൾ മോദിയെ യാത്രയാക്കുന്ന ഘട്ടത്തിലും ശ്രീലേഖ ആ പരിസരത്തേക്ക് പോലും പോകാതെ ഒറ്റയ്ക്ക് മാറി നിൽക്കുകയായിരുന്നു. പരിപാടിയിലുടനീളം പ്രധാനമന്ത്രിയുടെ അടുത്ത് പോകാതിരുന്ന അവർ അദ്ദേഹത്തെ യാത്രയാക്കുന്ന സമയത്ത് മറ്റ് നേതാക്കൾക്കൊപ്പം ചേരാതെ മാറി നിൽക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത്. കോർപ്പറേഷൻ മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്താണ് തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചതെന്നും എന്നാൽ പിന്നീട് തന്നെ തഴഞ്ഞുവെന്നും അവർ നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചതും വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിൽ അത് ചർച്ചയാവുകയാണ്. BJPക്കിടയിലും ചില പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് അന്ന് ചർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ വിഷയം തണുത്തിരുന്നു. ഇതിപ്പോ കഴിഞ്ഞ ദിവസം മോദി വന്നപ്പോഴും ശ്രീലേഖ സ്റ്റേജിൽ നിന്നിരുന്നതും അവർ പിന്നീട് ആരോടും സംസാരിക്കാതെ അവിടെ നിന്ന് പതുക്കെ പോകുന്നതൊക്കെ തന്നെ ആ ദൃശ്യങ്ങൾ മാത്രം എടുത്ത് ഇപ്പോൾ പല ഫേസ്ബുക്ക് പേജുകളിലും അത് പ്രചരിപ്പിക്കുന്നുണ്ട്. മോദിയെ യാത്രയയക്കാനായി മറ്റ് നേതാക്കളെല്ലാം കൂടി നിൽക്കുമ്പോഴും സ്വന്തം ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റ് മാറിയില്ല ശ്രീലേഖ എന്നാണ് വിമർശനം ഉയരുന്നത്. BJPയുടെ നിലവിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീലേഖ വേദിയിൽ പ്രധാനമന്ത്രിക്ക് തൊട്ട് പിന്നിലെ ഇരിപ്പിടത്തിലാണ് ഇരുന്നതെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കാനോ അടുത്തു ചെല്ലാനോ തയ്യാറായില്ല. പ്രധാനമന്ത്രി മോദി മേയർ VV രാജേഷിനെ ആലിംഗനം ചെയ്യുകയും ആവേശത്തോടെ പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ സദസ്സിലും വേദിയിലും ഉണ്ടായിരുന്നവർ ആവേശത്തിലായെങ്കിലും ശ്രീലേഖയുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമായി BJP നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പൊതുസമ്മേളനത്തിലും പാർട്ടി നേതൃത്വത്തോടുള്ള തന്റെ കടുത്ത അതൃപ്തി ശ്രീലേഖയുടെ മുഖഭാവത്തിലും പെരുമാറ്റത്തിലും പ്രകടമായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണം പിടിച്ചാൽ മേയർ സ്ഥാനം നൽകാമെന്ന് ഉറപ്പിലാണ് മുൻ DGP കൂടിയായ ശ്രീലേഖയെ പാർട്ടി മത്സര രംഗത്തിറക്കിയിട്ട് ഇങ്ങനെ ഒരു ഗതികേട് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലയിടത്തും ഈ ഒരു ദൃശ്യങ്ങൾ അതുപോലെ തന്നെ ഇതിന്റെ ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി തന്നെ ഇപ്പോൾ ശ്രീലേഖ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു. ഇതിനു മുൻപും അന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ VV രാജേഷിന്റെയും ആശാനാഥിന്റെയും സത്യപ്രതിജ്ഞാ ചടങ്ങിലും അവിടെ അത് തീരുന്നതിന് മുൻപ് തന്നെ വേദി വിട്ടതും വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനും അന്ന് മറുപടി നൽകിയിരുന്നു. ഇന്നും ഇത് വലിയ രീതിയിൽ തന്നെ ഒരു കുത്തിത്തിരിപ്പായി അത് പ്രചരിപ്പിക്കുന്നു എന്ന് കണ്ടപ്പോഴും ശ്രീലേഖ തന്നെ രംഗത്തെത്തി തന്റെ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അല്ലെങ്കിൽ അതിലൂടെയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇപ്പോൾ എന്താണ് അതിന് പിന്നിലുള്ള കാരണം എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നപ്പോൾ വേദിയിൽ എനിക്ക് ഇരിപ്പിടം ലഭിച്ചത് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായതുകൊണ്ടാണ്. എനിക്ക് രാഷ്ട്രീയം പുതിയതാണ്. 33 വർഷം ചെയ്തതും പരിചയിച്ചതും പോലീസ് ഉദ്യോഗസ്ഥയായാണ്. വളരെയധികം VVIP ഡ്യൂട്ടി ചെയ്ത എനിക്ക് അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ തനിക്ക് ലഭിച്ച സ്ഥാനത്ത് തന്നെ ഇരിക്കുക എന്നതാണ് ഞാൻ ചെയ്യേണ്ടതെന്നാണ് ധരിച്ചിരുന്നത്. അടുത്തേക്ക് ക്ഷണിച്ചാലല്ലാതെ പോകരുതെന്ന പരിശീലനം എനിക്ക് ലഭിച്ചതുകൊണ്ടായിരിക്കാം ഞാൻ എൻ്റെ സ്ഥാനത്ത് മാത്രം ഇരുന്നത്.
VVIP എൻട്രൻസ് വഴി വന്ന അദ്ദേഹം അതുവഴി തിരികെ പോകുമ്പോൾ ഞാൻ ആ വഴി പോകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയാണ് അവിടെ തന്നെ നിന്നത്. ആരും വെറുതെ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ എപ്പോഴും BJPക്കൊപ്പമാണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ എപ്പോഴും BJPക്കൊപ്പമാണ് എന്ന് പറഞ്ഞാണ് ശ്രീലേഖ പ്രതികരണം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതായത് യാതൊരു തരത്തിലുള്ള കുത്തിത്തിരിപ്പുകളും ഇനി ഇതിൻ്റെ പേരിൽ നടത്തണ്ട, തനിക്ക് കൃത്യമായിട്ട് താൻ പോലീസ് സർവീസിലിരുന്ന കാലത്ത് ലഭിച്ചിട്ടുള്ള ഒരു അച്ചടക്കത്തിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അതൊരു ശീലമായതുകൊണ്ടാണ് താൻ അങ്ങോട്ടേക്ക് ഇടിച്ചു കയറി ചെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് സംസാരിക്കാത്തത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അതിൽ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ കുത്തിത്തിരിപ്പുകൾക്കും ഒരു ഇടം നൽകാതെയുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ശ്രീലേഖ ചില മാധ്യമങ്ങൾക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ വീഡിയോസൊക്കെ ഇപ്പോൾ എടുത്ത് പലരും പണ്ടത്തെ ഒരു IPS ഉദ്യോഗസ്ഥ അവസ്ഥ നോക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വലിയ രീതിയിൽ തന്നെ നെഗറ്റീവായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന് താഴെ വരുന്ന ചില കമൻറ്റുകൾ വളരെ രസകരമാണ്. മലയാള മാപ്രകളുടെ കുത്തിത്തിരിപ്പിന് മറുപടിയുമായി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീമതി ശ്രീലേഖ, യൂണിഫോം ഇട്ട് പരിശീലിച്ചവർക്ക് അച്ചടക്കമാണ് പ്രധാനം, അവരത് ചെയ്തു. രാഷ്ട്രീയത്തിൽ എല്ലായിടത്തും ഇടിച്ചു കയറി ചെല്ലണമെന്ന ബാലപാഠമൊക്കെ അവർ പഠിച്ചു വരുന്നതേയുള്ളൂ, കുറച്ചു കഴിയുമ്പോൾ ശരിയാകും, അതുവരെ ഒന്ന് ക്ഷമിക്കേ BJPയുടെ അഭ്യുദയകാംക്ഷികളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കമൻറ്റ്. മറ്റൊരാൾ ഇട്ടിരിക്കുന്ന കമൻറ്റ്, K സുരേന്ദ്രനെ കെട്ടിപ്പിടിച്ചില്ല, VV രാജേഷിനെ എയർപോർട്ടിൽ കയറ്റിയില്ല, രാജീവ് ചന്ദ്രശേഖരനെ റോഡ് ഷോ വണ്ടിയിൽ കയറ്റിയില്ല, കുമ്മനം രാജേഷിന് ഷോൾ ഇട്ട് കൊടുത്തില്ല, MT രമേശിനെ സംസാരിക്കാൻ വിളിച്ചില്ല, അനൂപ് ആന്റണിയുടെ തോളിൽ കൈവച്ച് ഞെരിച്ചു കളഞ്ഞു, പരിഭാഷ ചെയ്ത സന്ദീപ് വാചസ്പതിക്ക് തൊണ്ട വെറ്റി വരണ്ടിട്ടും വെള്ളം കൊടുത്തില്ല, ശോഭാ സുരേന്ദ്രന്റെ കാൽ തൊട്ട് വണങ്ങാതെ ആശാനാഥിന്റെ കാൽ തൊട്ട് വണങ്ങി, മലയാളത്തിലെ ഒരു വിഭാഗം മാപ്രകളുടെ കരച്ചിൽ കണ്ട് സഹിക്കുന്നില്ല, ഇങ്ങനെ അങ്ങ് BJPയെ പ്രേമിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും ആ ഒരു വളരെ ഔദ്യോഗികമായി നടന്നിട്ടുള്ള വീഡിയോയിൽ നിന്ന് കുത്തിപ്പൊക്കി അതിനെ ഒരു രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് BJP ഇങ്ങനെ അങ്ങ് പ്രേമിക്കാതെ എന്നാണ് ഒരു വിഭാഗം ആളുകൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ശ്രീലേഖ തന്നെ ഇതിനൊരു മറുപടി നൽകി വന്നതോടുകൂടി ഇതിവിടെ അവസാനിക്കുകയാണ്. കാരണം ഇനി യാതൊരു തരത്തിലുള്ള കുത്തിത്തിരിപ്പിനും ഒരു വക നൽകാതെ BJPയിൽ നിന്ന് ശ്രീലേഖ വിട്ടുപിരിയുന്നു, അല്ലെങ്കിൽ BJPയോടുള്ള അതൃപ്തി മോദിയിരിക്കുന്ന വേദിയിൽ തന്നെ ശ്രീലേഖ പ്രകടിപ്പിച്ചു എന്നുള്ള യാതൊരു തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്കും ഒരു വക നൽകാതെ കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് ഇപ്പോൾ അവർ നൽകിയിരിക്കുന്നത്. BJPയിലെ ഒരു വിഭാഗം നേതാക്കൾ ശ്രീലേഖയെ തഴയുന്നവരിൽ അതൃപ്തിയുള്ളവരാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിക്കായി വലിയ വോട്ട് ബാങ്ക് സമാഹരിക്കാൻ കഴിയുന്ന വ്യക്തിത്വത്തെ അവഗണിക്കുന്നത് തിരിച്ചടിയാകുമെന്നൊക്കെയാണ് ഒരു വിഭാഗം പറയുന്നത്. പക്ഷേ ഇത് അവരുടെ പാർട്ടിയാണ്, അതിനുള്ളിലുള്ള പ്രശ്നങ്ങൾ അവർ തന്നെ അത് ഒത്തുതീർപ്പാക്കാനുള്ള എല്ലാ നീക്കങ്ങളും അവർ തന്നെ അപ്പം നടത്താറുണ്ട്. അല്ലാതെ ഒരു പൊതുവേദിയിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്തെടുത്തിട്ട് അതിനെ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ ശ്രീലേഖ വന്നിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള മറുപടി എന്താണ്, എന്തുകൊണ്ടാണ് താൻ അന്ന് സ്റ്റേജിൽ മോദിയുടെ അടുത്തേക്ക് ഇടിച്ചു കയറി നിന്ന് സംസാരിക്കാത്തത് എന്നുള്ളതിനെക്കുറിച്ച് അവർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇത്രയും കാലം പോലീസ് ഉന്നത പദവി വഹിച്ചിട്ടുള്ള ഒരാൾ രാഷ്ട്രീയം പഠിച്ചു വരുന്നേയുള്ളൂ, അതിൻ്റെതായിട്ടുള്ള ആ ഒരു പോലീസ് സേനയിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള അച്ചടക്കം മാത്രമാണ് താൻ ആ വേദിയിൽ പ്രകടിപ്പിച്ചതും, അല്ലാതെ വേറൊരു തരത്തിലുള്ള അതൃപ്തിയും തനിക്കില്ല എന്ന് തന്നെയും, ഒപ്പം BJPക്കൊപ്പമാണ് ഞാൻ എപ്പോഴും എന്നുള്ള മറുപടി കൂടിയാണ് അവർ പറഞ്ഞ് ചില മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയമായി വരുന്ന ആളുകളുടെ വാ അടപ്പിച്ചിരിക്കുന്നത്.